സുവിശേഷം അറിയിക്കുവാൻ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചുറ്റും അത്തരത്തിൽ സുവിശേഷം അറിയിക്കുന്നവരെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സദൂക്യരും അവിടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. ക്രിസ്തുവിന്റെ വചനം അറിയിച്ചത് കൊണ്ട് തന്നെ പല വ്യക്തികൾക്കും നീരസമുണ്ടായി എന്നവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസും യോഹന്നാനും വളരെ തീക്ഷ്ണതയോടുകൂടെ പ്രസംഗിച്ച അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങളിൽ അനേക വ്യക്തികൾ മാനസാന്തരപ്പെട്ടു എന്നവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. തുടർന്നും ആ ഭാഗം തന്നെ നാം താഴോട്ട് വായിക്കുമ്പോൾ 5000-ഓളം വ്യക്തികൾ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചു എന്നതാണ്. ഇവിടെ ഈ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേരും എന്നതുകൊണ്ട് തന്നെ സത്യം അറിയാതെ അല്ലെങ്കിൽ അതിനെ അന്ധമാക്കി തീർക്കുന്ന ഒരു ശക്തി ഈ ലോകത്തിൽ വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത് അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെയും സംഭവിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വച്ചു തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. ഇങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന വ്യക്തികളെ അവർ ഉപദ്രവിക്കുകയും തല്ലുകയും അപമാനിക്കുകയും ചെയ്യുമെന്ന് അവിടെ വചനം പഠിപ്പിക്കുന്നു. അവസാന കാലഘട്ടത്തിൽ അന്ത്യനാളുകളിൽ ഇതൊക്കെയും സംഭവിക്കും. അതുകൊണ്ടത്രേ ഇന്ന് ഇത്തരത്തിലുള്ള കഷ്ടതകൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. നാം സത്യം തിരിച്ചറിയുക, ക്രിസ്തുവാകുന്ന സത്യത്തിലേക്ക് നാം മുന്നോട്ട് പോവുക. അവൻ ദൈവമാണ്, ക്രിസ്തു ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം പഠിപ്പിക്കുന്നത് പോലെ അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്.